20 ലക്ഷം വരുന്ന ജനത്തെ നയിപ്പാണ്ടക്കമാണ് മോശമേൽ അഭിഷേകം പകർന്നകല ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ എന്നിൽ വ്യാപരിച്ച അതേ അഭിഷേകത്തിന്റെ ശക്തി നാവിന്റെ കെട്ടുകളെ മാറ്റി തലമുറകൾ പുറത്തുമാ കുടുംബങ്ങളെ പുറത്തുമാ അത് നിങ്ങളെ അടച്ചു വച്ചുകൊണ്ട് സാത്താൻ ഹല്ലേലൂയ യേശുവെ സ്തുതിക്കാതെ അടച്ചു വച്ചിരിക്കുമ്പോ ഇന്ന് രാത്രി കാലം രക്ഷിക്കപ്പെടുമ്പോൾ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഒരേ ഒരു നാമമേ ഉള്ളൂ, നമ്മുടെ കർത്താവിന്റെ നാമമാ ഹല്ലേലൂയ. ഞാൻ സ്തോത്ര കൂടുതലൊന്നും പറയുന്നില്ല, സമയമില്ല. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 1:4 വായിക്കുമ്പോൾ സ്തോത്രം അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിപ്പിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. സ്തോത്രം ഹല്ലേലൂയ. ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവേ സ്തോത്രം പരിശുദ്ധനായ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ കാണുന്ന വന്നത് ഞങ്ങളുടെ കുടുംബങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്ന ഇരുളിന്റെ മണ്ഡലങ്ങളെ തകർത്തുകൊണ്ട് അതിനെ പിടിച്ചെടുക്കുവാട്ടൊക്കെ വേണം ദേശത്തെ മേല് യേശു വെളിച്ചമായി ഒരു ജീവനായി വന്നിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ഈ ദേശം മനസ്സാന്തരപ്പെടുവാൻ, കുടുംബങ്ങൾ മനസ്സാന്തരപ്പെടുവാൻ, യൗവനക്കാർ മനസ്സാന്തരപ്പെടുവാൻ എന്നൊക്കെ വേണം ദൈവം ഹല്ലേലൂയ ഹൃദയങ്ങൾ ഒരുക്കുന്ന കൃപയ്ക്കാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുനാമത്തിൽ ആമേൻ. സ്തോത്രം ഹല്ലേലൂയ. എന്റെ സമയം 15 മിനിറ്റ് ആണ്. ആമയുടെ പറയുന്നു വെളിച്ചം ആമേ സ്തോത്രം മനുഷ്യരുടെ ആമ അത്യാവശ്യമായിരുന്നു. ആ വെളിച്ചത്തിൽ ജീവൻ ഉണ്ടായിരുന്നു. നമുക്കറിയാൻ സാധിക്കും സൂര്യനിൽ നിന്ന് ആമേ ഭൂമിയിലേക്ക് വരുവാനുള്ള സമയം എന്ന് പറയുന്നത് 8 മിനിറ്റും 20 സെക്കൻഡാ. എന്താ യേശു പ്രവർത്തിക്കുന്നത് അതിനേക്കാളും അതിവേഗതയിൽ ഹല്ലേലൂയ. ഒരു സെക്കൻഡിന് 3 ലക്ഷം പ്രകാശവേദയിൽ ആമേ പ്രകാശം സഞ്ചരിക്കുമ്പോൾ യേശുവിന്റെ പ്രവൃത്തി അതിവേഗതയിൽ ആമേ ഹല്ലേലൂയ. യേശു വെളിച്ചമാകുന്നു, യേശു ജീവനാകുന്നു. ഇവിടെ പറയുന്നു ഇരുളോ അതിനെ പിടിച്ചെടുക്കില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ആമേ സ്തോത്രം ഇരുളിനെ പിടിച്ചെടുക്കുവാനൊക്കെ വണ്ണം യേശു വെളിച്ചമായി വന്നിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി കാലം 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു വിളിച്ചു പറയാണ് ആമേ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കയാ, നിങ്ങൾ മനസ്സാന്തരപ്പെടുവൻ. അങ്ങനെയെങ്കിൽ ഒരു കുടുംബത്തിന്റെ ഐശ്വര്യം, ഒരു കുടുംബത്തിന്റെ രക്ഷ എന്ന് പറയുന്നത് പണമല്ല, ഡിഗ്രി അല്ല, PhD അല്ല, പിന്നെയോ മനസ്സാന്തരമാണ്. മനസ്സാന്തരമായ കുടുംബത്തിന്റെ ഐശ്വര്യം എത്ര മാളിക കൊണ്ട് പേരെടുത്ത് സൂക്ഷിച്ചാലും കുടുംബത്തിനകത്ത് മനസ്സാന്തരമല്ലാത്തവരെ കുടുംബത്തിനകത്തില്ലെങ്കിൽ മാതാപിതാക്കൾ തലമുറകളോ യൗവനക്കാ കുടുംബത്തിനകത്തില്ലെങ്കിൽ രക്ഷ പ്രാപിക്കുവാൻ കഴിയത്തില്ല. യേശു വിളിച്ചു പറയുന്നു ആദ്യം സ്ഥാനപ്പെടുവാനുള്ള യേശു പറഞ്ഞത്, പിന്നെയോ നിങ്ങൾ മനസ്സാന്തരപ്പെടുവേൻ. മനസ്സാന്തരമാണ് ഹല്ലേലൂയ. യേശുവിലേക്ക് അടുക്കുവാനൊക്കെ വേണം ഏകവര വഴി ഹല്ലേലൂയ. മദ്യപാനം കൊണ്ട്, കള്ളുകൊണ്ട്, ചാരായം കൂടി കൊണ്ട് അനേക യൗവനക്കാർ ഈ ദേശത്ത് കുടുംബങ്ങളെ തറന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ശക്തിയായ ആ ലഹരി പദാർത്ഥങ്ങളെ മദ്യപാനങ്ങളെ തീർക്കുവാൻ, അതിനെ പിടിച്ചെടുക്കുവാൻ യേശു പട്ടണത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. കുടുംബങ്ങളെ തകർക്കുന്ന, ഡൈവേഴ്സ് കൊണ്ട് തകർക്കുന്ന ഹല്ലേലൂയ. ഭാര്യയുടെ ഭർത്താവിലേക്ക്, ഭർത്താവിന്റെ ഭാര്യയിലേക്ക്, മാതാപിതാക്കളുടെ തലമുറയിലേക്ക് ആമേ കുടുംബങ്ങളെ തകർക്കുന്ന അന്ധകാര ശക്തികളെ തകർക്കുവാനൊക്കെ വേണം. അതിനെ പിടിച്ചെടുക്കുവാൻ അതിനേക്കാൾ ബലമേറിയ യേശുവിന്റെ പരിശുദ്ധന്മാർ ഇന്ന് രാത്രികാലം ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് കലങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? എന്റെ കർത്താവേ, യൗവനക്കാരാ, മക്കൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി കരയുന്ന എന്റെ കുടുംബമേ, മാതാവേ, പിതാവേ, മക്കളെ ഭാവിയെ വിദ്യാഭ്യാസത്തെ തകരപ്പെടുന്ന പ്രയോഗത്തെ ഭരിക്കുന്ന അന്ധകാര ശക്തികളെ പിടിച്ചെടുക്കുവാനൊക്കെ വേണം യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ യേശു വെളിച്ചമാണ്. സ്തോത്രം ഹല്ലേലൂയ. ഈ വേദപുസ്തകത്തിലെ 14 ലേഖനം